ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് കേക്ക്സ് ആണല്ലേ. കേക്ക്സ് മാത്രമല്ല, മൊത്തത്തിലൊരു നമ്മളൊക്കെ ഒരു ഹോളിഡേ മൂഡിലായിരിക്കും. വെക്കേഷനാണ്, കുട്ടികൾക്ക് പുതിയ പുതിയ റെസിപ്പീസ് ഉണ്ടാക്കി കൊടുക്കുന്നു, പുതിയ പുതിയ കേക്ക്സ് ഉണ്ടാക്കുന്നു, എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുന്നു. അപ്പം ഈ ഒരു ഹോളിഡേ സ്പെൻഡ് ചെയ്യാനായിട്ട് ഞാൻ വന്നിരിക്കുന്നത് കൊച്ചിയിലെ ഫേമസ് ഹോട്ടലായ ഹോളിഡേ ഇന്നിലാണ്. ഹോളിഡേ ഇന്നിലെ പേസ്ട്രി ഷെഫാണ് മിസ്റ്റർ റെജി. നമുക്ക് ഷെഫിനെ വിളിക്കാം. നമ്മൾ ഹോളിഡേ ഇന്നിൽ വന്നപ്പം ഇവിടെ കേക്കിൻ്റെ പ്രിപ്പറേഷൻ ഒക്കെ നേരത്തെ തുടങ്ങിയെന്ന് പറഞ്ഞു, ക്രിസ്മസിൻ്റെ അല്ലേ. എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രിപ്പറേഷൻസ്? പ്രിപ്പറേഷൻസ് മീൻസ് നമ്മൾ ബേസിക്കലി പ്ലം കേക്ക്സ് ആണ്, റിച്ച് പ്ലം കേക്ക്സ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അത് സെയിലുണ്ട്, നമുക്കിവിടെ കേക്ക് ഷോപ്പ് ഉണ്ട്, അതിൽ സെയിൽ ചെയ്യാൻ വേണ്ടി. അതുകൂടാതെ ജിഞ്ചർ ബ്രെഡ് ഹൗസ്, ജിഞ്ചർ കുക്കീസ്, അങ്ങനെ ക്രിസ്മസിന് റിലേറ്റഡ് ആയ ചോക്ലേറ്റ് സാന്താസ്, അങ്ങനെ കുറെ ക്രിസ്മസ് റിലേറ്റഡ് ആയ ഒരുപാട് സാന്താക്ലോസ് ഷേപ്പിൽ ചോക്ലേറ്റ്. അതിങ്ങനെ നമ്മൾ കേക്ക് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണോ അതോ? അല്ലാതെ ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മൾ ചോക്ലേറ്റ് സാന്താസ് ഉണ്ടാക്കും. കുട്ടികൾക്ക് അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഇന്ന് എന്ത് കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്? പ്ലം കേക്ക് ആണ്. അത് ക്രിസ്മസ് സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ പ്ലം കേക്ക് ആണ്. ഹോളിഡേ സ്പെഷ്യൽ പ്ലം കേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു 2 സ്റ്റെപ്പായിട്ടാണ് ഉണ്ടാക്കുന്നത്. ആക്ച്വലി നമ്മൾ ഫസ്റ്റിലെ ഒരു ഫ്രൂട്ട്സ് എല്ലാം കൂടി കുക്ക് ചെയ്ത് റമ്മിൽ സോക്ക് ചെയ്ത് വെക്കും. അത് ചെയ്ത് വെക്കും, ഒരു 2 മാസമെങ്കിലും മുന്നേ ചെയ്ത് വെക്കും. അപ്പോൾ ആ ഫ്ലേവേഴ്സ് ഒക്കെ അതിലേക്ക് ഇൻഫ്യൂസ് ആവാൻ വേണ്ടിയാണ്. അത് നമ്മൾ റൈസിൻസ്, ഡേറ്റ്സ്, ആപ്രിക്കോട്ട്, ഫിഗ്, കാഷ്യൂനട്ട്, ആൽമണ്ട്സ്, അങ്ങനെയെല്ലാം ഓൾമോസ്റ്റ് എല്ലാം കുക്ക് ചെയ്യും. കുക്ക് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ഹോം മെയ്ഡ് വൈൻ ഉണ്ടാക്കിയിട്ട് ആ വൈനിലാണ് കുക്ക് ചെയ്യുന്നത്. ഗ്രേപ്പ് വൈൻ ഉണ്ടാക്കിയിട്ട് വൈനിൽ വൈൻ, ഹണി, ഷുഗർ, ഓറഞ്ച് ജ്യൂസ് ഒക്കെ ഇട്ടാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ഹോം മെയ്ഡ് വൈനുണ്ട്. ഗ്രേപ്പ് വൈനാണ്. ഇതൊരു 1 കിലോ ഗ്രേപ്പിന് ഒരു 250 ഗ്രാം ഷുഗർ, പിന്നെ സിന്നമൺ സ്റ്റിക്സ്, കാർഡമം, ഓൾ സ്പൈസസ്, സിന്നമൺ സ്റ്റിക്ക്, കാർഡമം, എല്ലാം ഇതിടും, ക്ലോവ്സ് എല്ലാം ഇടും. ഷുഗറും ഗ്രേപ്സും കൂടി ക്രഷ് ചെയ്ത് അത് ഒരു ശരിക്കും കൈകൊണ്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ ജ്യൂസ് ബ്ലെൻഡറിൽ ബ്ലെൻഡ് ചെയ്ത് എടുത്താൽ മതി. ഒരു കുറച്ച് ഈസ്റ്റ് ഇടുക, ഒരു 2 to 5 ഗ്രാം ഈസ്റ്റ് കൂടി ഇട്ട് അതൊരു ടൈറ്റ് ചെയ്ത് കണ്ടെയ്നറിലാക്കി ഒരു 40 days വെച്ചിരിക്കുന്നത്. ഈ കണ്ടെയ്നർ എന്ന് പറയുമ്പോൾ അത് പണ്ടൊക്കെ ഈ ഭരണികളൊക്കെ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് നമുക്ക് പ്ലാസ്റ്റിക് കണ്ടെയ്നറുകളിൽ വെച്ചാലും മതി. ഫുൾ എയർ ടൈറ്റ് ആക്കരുത്, കുറച്ചൊരു ഗ്യാപ്പ് വേണം. അതായത് അതിനാണ് പണ്ടൊക്കെ തുണി വെച്ചാണ് മൂടുന്നത്. പോകാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ അത് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതൊരു 40 days ആണ് പറയുന്നത്. ഒരു 25 days ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യമുള്ള ഒരു ഇതിലേക്ക് വരും. ഒരു 40 days ആകുമ്പോഴത്തേക്കും ശരിക്കും ഒരു ഇതാവും, ആൽക്കഹോളിക് ഇതാവും വൈൻ. ശരിക്കും നമ്മുടെ കേക്കിനാണെങ്കിൽ ഒരു 25 days ഒക്കെ വെച്ചാൽ മതി അല്ലേ? അത് മതിയാവും. ഇപ്പൊ ഗ്രേപ്പ് വൈൻ്റെ റെസിപ്പിയും കൂടെ കിട്ടിയില്ലേ, അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? ഓക്കെ. ഡേറ്റ്സ്, റൈസിൻസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ആൽമണ്ട്സ്, കാഷ്യൂനട്ട് ആൻഡ് ചോപ്ഡ് ആപ്രിക്കോട്ട്സ് ആൻഡ് ഫിഗ്. ആദ്യം വൈൻ എടുക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട്, ആ ഗ്രേപ്സിൻ്റെ ശരിക്കും ഫ്ലേവർ വരുന്നത്. ഇത് എത്ര വൈൻ ഉണ്ട്? ഇത് 200 ml വൈൻ. 200 ml. ഒരു 100 ml ഓറഞ്ച് ജ്യൂസ്. ഓക്കെ. എത്ര വൈൻ എടുക്കുന്നു? അതിൻ്റെ ഹാഫ് ഓറഞ്ച് ജ്യൂസ്. ഒരു 50 ഗ്രാം ഓഫ് ഷുഗർ. ഇപ്പോൾ വൈനും ഓറഞ്ച് ജ്യൂസും ഷുഗറും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഷുഗറൊക്കെ ഒന്ന് മെൽറ്റായി വരണം അല്ലേ? മെൽറ്റായി ബോയിലായി വരണം. ഇപ്പോൾ നന്നായി ബോയിലായി അല്ലേ? ബോയിലായി. ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് ആഡ് ചെയ്യും. ഈ കേക്ക് മിക്സിംഗ് തന്നെ ഒരു ഭയങ്കര വലിയ സംഭവമാണ് അല്ലേ, പ്ലം കേക്ക്സിനുള്ളത്. എല്ലാവരും കുറെ ഗസ്റ്റിനെ ഒക്കെ വിളിച്ച് ആർഭാടമായിട്ടാണ് അത് ചെയ്യാറല്ലേ. കുക്കാണ്. ഇത് എത്ര സമയം വെക്കണം? അതൊരു 10-15 minutes. ഇത് മൂടി വെച്ചിട്ടാണോ അതോ ഇല്ല, ഇങ്ങനെ തന്നെ. അപ്പൊ ആ വൈനൊക്കെ ചിലപ്പോ ഒന്ന് വറ്റി വരുമായിരിക്കും. ഇത് തിക്കാവും കുക്ക് ചെയ്യുമ്പോൾ. ഒരു 15 minutes വെച്ച് കുക്ക് ചെയ്യണം. എന്നിട്ട് അത് തിക്കായി കഴിഞ്ഞിട്ട് ആറാൻ വെച്ചിട്ടാണ് പിന്നെ ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നത് അല്ലേ?
ഇതിന് സോക്ക് ചെയ്ത് വെക്കുമ്പോൾ ഒരു കുറച്ചിങ്ങനെ ഉടഞ്ഞു കിട്ടും, ഒരു പേസ്റ്റ് പോലെ ഒരു പേസ്റ്റ് ടൈപ്പിലായിട്ട് വരും. ഈ ക്രിസ്മസിന് കേക്ക്സ് മാത്രമല്ല, നമ്മുടെ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഒരു ക്യാൻഡി കെയിൻ ഉണ്ടാക്കും എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. 16th century തൊട്ടേ അത് അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു ശീലമുണ്ട്. അത് ഈ ഷെപ്പേർഡ്സിൻ്റെ ആ ഒരു സ്റ്റിക്ക് ഉണ്ടല്ലോ, അത് യേശുക്രിസ്തു ജനിച്ചപ്പോൾ ആ ബേബിയെ കാണാൻ വന്നവരിൽ ഷെപ്പേർഡ്സാണ് ആദ്യം വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു സ്റ്റിക്കിൻ്റെ ആ ഒരു ഷേപ്പിൽ ക്യാൻഡി കെയിൻ ഉണ്ടാക്കിയിട്ട് അത് ക്രിസ്മസിന് രാത്രി ചേർച്ചിലൊക്കെ കുറേ നേരം പ്രേയേഴ്സൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ കുട്ടികളൊക്കെ കരയുമ്പോൾ അവർ വയലൻ്റ് ആകുമ്പോൾ അവരെ പിടിച്ചിരുത്താൻ വേണ്ടിയിട്ട് ഈ ക്യാൻഡി കെയിൻസ് കൊടുക്കാറുണ്ട് എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നല്ല കുക്കായി അല്ലേ, നല്ല തിക്കായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാറായി അല്ലേ. അടുത്തത് എന്താ? നമുക്ക് ഹണി ചേർക്കണം. ഹണി ഒരു 50 ml ഓഫ് ഹണി. 50 ml ഹണി ചേർത്തു. എന്നിട്ട് ഈ ഹണിയിൽ എല്ലാം ശരിക്ക് വറ്റി ഇതിൽ അബ്സോർബ് ആവണം. ഈ ഹണിയിൽ ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ച് സമയം വെക്കണം അല്ലേ? ഒരു 5 minutes വെച്ചാൽ മതി. 5 minutes വേണ്ട, ഒരു 2 minutes. ആ ഹണി ചേർത്ത് അതും നന്നായിട്ട് തിക്കാവണം അല്ലേ? തിക്കാവണം. അല്ലെങ്കിൽ തന്നെ നല്ല ഗ്ലേസിങ് ആയിരുന്നു. ആ ഹണിയും കൂടെ ചേർത്തപ്പോൾ ഇങ്ങനെ വെട്ടിത്തിളങ്ങുക എന്നൊക്കെ പറയില്ല, അതുപോലെ ഇങ്ങനെ ഗ്ലേസിങ് ആയി കിടക്കുന്നുണ്ട്. അതെ, ആ വൈനിൻ്റെ ഫ്ലേവറാണ് ശരിക്കും മുന്നിട്ട് നിൽക്കുന്നത്. വൈനിൻ്റെ ഫ്ലേവറാണ്. നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ വൈൻ മേക്കിംഗ് തൊട്ട് ശ്രദ്ധിക്കണം അല്ലേ. വൈനും നന്നായിട്ട് വന്നാലേ ആ കേക്കിന് മൊത്തം ആ ഫ്ലേവർ കറക്റ്റായിട്ട് വരുള്ളൂ. ഇതിപ്പോൾ ആയി റെഡിയായി അല്ലേ? നമുക്ക് ഫയർ ഓഫ് ചെയ്യാം. ഓക്കെ, ഫയർ ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാൻ വെക്കാം, ആറാൻ വെക്കാം. കുറച്ച് സമയം ഇരുന്ന് ആറട്ടെ അല്ലേ? മാറ്റി വെച്ചു. ഇപ്പോൾ നമ്മളൊരു മിക്സ്ചർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, എല്ലാം കൂടി ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ കൂടി ഹണിയൊക്കെ ചേർത്ത് വൈനിലാണ് കുക്ക് ചെയ്ത്. വൈനും ഓറഞ്ച് ജ്യൂസും ഷുഗറും കൂടി ഇട്ട് നന്നായി ബോയിലായി വരുമ്പോൾ എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ചേർത്തു. എന്നിട്ട് ഒരു 15 minute കുക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഹണി ചേർത്തു അല്ലേ? ഹണി ചേർത്ത് ഒരു 2-3 minute അതും കുക്ക് ചെയ്ത് നല്ല തിക്കായി വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ആറാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നന്നായി ആറി. അപ്പോൾ ഇനി ഇതിലേക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് നമുക്ക് ചേർക്കാം അല്ലേ? ഇനി എന്തൊക്കെയാണ് ചേർക്കാനല്ലേ? ഇനി നമുക്ക് റം ചേർക്കണം. ഓക്കെ, സ്പൈസസ് ഉണ്ട്, നമ്മുടെ മിക്സ് സ്പൈസസ്. അതൊക്കെ ഇപ്പോഴാണ് ചേർക്കുന്നത് അല്ലേ? ആറി കഴിഞ്ഞ് ചേർക്കണം, എന്നാലും ഫ്ലേവർ അതിൽ നിൽക്കുള്ളൂ. ഓക്കെ, ഇത് ആറി കഴിഞ്ഞിട്ട് വേണം ഈ സ്പൈസസ് ഒക്കെ പൊടിച്ച് വെച്ചിരിക്കുന്നത് ചേർക്കാൻ. ഇതിലുള്ളത് എന്തൊക്കെയാണ്? സിനമൺ, കാർഡമം, ക്ലോവ്സ് ആൻഡ് നട്ട്മെഗ്. ഇത്രയും കാര്യങ്ങൾ പൊടിച്ച് വെച്ചതാണിത്. ഇത് എത്ര സ്പൂൺ? ഒരു 2 tablespoon. 2 tablespoon. 2 tablespoon ആണ് ഈ സ്പൈസിൻ്റെ പൗഡർ ചേർത്തേക്കുന്നത്. ഇനി റം ചേർക്കണം അല്ലേ? ഒരു 90 ml റമ്മും കൂടി ചേർക്കണം. 90 ml റം. പക്ഷേ ഈ നമ്മൾ ചിലർ ലിക്കർ വേണ്ടെന്നുള്ള ആൾക്കാരുണ്ടാവില്ലേ, അപ്പോൾ അവർക്ക് റം ചേർക്കണ്ടെന്ന് വേറെ അതിന് പകരം ചേർക്കാൻ അങ്ങനെയില്ല. റം എസൻസ് ഉണ്ട്, പക്ഷെ അത് അത്ര ഒരു നല്ല ടേസ്റ്റ് അല്ല. ഈ റം ചേർത്തപ്പോഴാണ് ശരിക്കും ആ കേക്കിൻ്റെ മണം വരുന്നത് കേട്ടോ. പ്ലം കേക്കിൻ്റെ ഒക്കെ ഒരു നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട്. ശരിക്കും മിക്സ് ചെയ്യാം. റം ലിക്കർ ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് അത് അവോയ്ഡ് ചെയ്യാം. മിക്സർ റെഡി ആയിട്ടുണ്ട് നമ്മുടെ. നല്ല ഫ്ലേവർ വരുന്നുണ്ട്. ഇതാണ് നമ്മൾ ഇനി എത്ര മാസം വെക്കണം അല്ലേ? 2 മാസമൊക്കെ ഇരുന്നാൽ നല്ല ഇതാവും. അപ്പോൾ മിനിമം ഒരു 2 months എങ്കിലും ഇത് നേരത്തെ ഉണ്ടാക്കി വെച്ചേക്കാം. ഇപ്പോൾ ഡിസംബറിലാണ് പ്രശ്നമൊന്നുമില്ല, ഇങ്ങനെ തന്നെ ചെയ്യാം. ഇപ്പൊ ഇന്ന് ഉണ്ടാക്കിയിട്ട് നാളെ ഇത് നമുക്ക് കേക്കിൽ ഉപയോഗിക്കാം. നമുക്കിപ്പോൾ വീട്ടിൽ 2 മാസമൊക്കെ വെക്കുക എന്നുള്ളത് ആപ്ലിക്കബിൾ അല്ലാത്തതുകൊണ്ട്. ഓക്കെ, വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യാം. കാരണം അത് ശരിക്കും ആ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നന്നായിട്ട് അല്ലേ ഒരു പേസ്റ്റ് പോലെയൊക്കെ ആയി വന്നിട്ടുണ്ട്. വേണമെങ്കിൽ ഈ മിക്സ്ചർ എടുത്ത് കേക്ക് ഉണ്ടാക്കാം. അതെല്ലാം ടൈമുണ്ട്, നേരത്തെ ഉണ്ടാക്കാമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇതുപോലെ ഉണ്ടാക്കി ഒരു 2 months എടുത്ത് വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ക്രിസ്മസ് ആവാറാകുമ്പോൾ ബാക്കിയുള്ള പണികൾ തുടങ്ങാം. 1 by 1 ആദ്യം ഓരോരോ മുട്ടയായിട്ട് അതിലേക്ക് ചേർക്കാവൂ. എന്നിട്ട് അത് മിക്സായി വരണം.
അപ്പോൾ ഇത്രയും വലിയ കേക്ക് വേണ്ട, വീട്ടിൽ കുറച്ച് ആൾക്കാരേ ഉള്ളൂ, ഒരു 1 kg കേക്ക് മതി എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ പറഞ്ഞ ക്വാണ്ടിറ്റിയുടെ ഹാഫ് എടുക്കുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പ്രൊസീജിയറിലേക്ക് കിടക്കാം. ഇപ്പോൾ നമ്മുടെ പ്ലം കേക്കിനുള്ള ഡ്രൈ ഫ്രൂട്ട്സ് മിക്സ്ചർ ഇവിടെ റെഡിയായി. പക്ഷെ ഇതിപ്പോൾ ഇൻസ്റ്റന്റ് ആയിട്ട് എടുത്ത് ഉണ്ടാക്കുന്നതിനേക്കാളും അല്ലേ ഒരു 2 months ചെയ്തു വെച്ചിരിക്കുന്നുണ്ട്. അതായിരിക്കും കുറച്ചും കൂടെ ടേസ്റ്റി ആയിട്ടുള്ളത് അല്ലേ? ഇതാണ് നമ്മളിവിടെ ചെയ്തു വെച്ചിരിക്കുന്നതാണ്. ഇത് 2 months ആയിട്ട് ഓൾറെഡി ഇതുപോലെ ഉണ്ടാക്കി 2 months ആയിട്ട് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അത് കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതുകൊണ്ട് ഉണ്ടാക്കാം നമുക്ക്. ഇത് വെച്ചുണ്ടാക്കാം. ഓക്കെ. അപ്പോൾ അടുത്ത ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്? മൈദ, ഷുഗർ, ബട്ടർ, egg, ghee and black jack. Black jack means caramelized sugar ആണത്. അത് നമ്മൾ ഇതിനെ കളർ കിട്ടും. ഇത് കിട്ടും. ഇത് റെഡിമെയ്ഡ് ഷോപ്പിൽ വാങ്ങാൻ കിട്ടുന്നതാണ് ബ്ലാക്ക് ജാക്ക് എന്ന് പറയും. ഇത് ബ്ലാക്ക് ജാക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റ്സിലും അവൈലബിൾ ആണ്. അപ്പോൾ പ്ലം കേക്ക് ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് ഇത് പോയി വാങ്ങിച്ചു വെക്കുക. കാരണം ആ കേക്കിൻ്റെ കളർ കിട്ടുന്നത് ഈ ബ്ലാക്ക് ജാക്ക് ചേർക്കുമ്പോഴാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം ഇത് കേക്ക് ഉണ്ടാക്കാനുള്ള മിക്സിംഗ് ആണ്. ഓക്കെ. ബട്ടറും ഷുഗറും കൂടിയാണ് നമ്മൾ ആദ്യം മിക്സ് ചെയ്യുന്നത്. ഓക്കെ. അത് നമ്മൾ നോർമൽ കേക്ക്സ് ചെയ്യുന്ന അതേപോലെ തന്നെ ക്രീമിംഗ് മെത്തേഡ് തന്നെയാണ് നോർമൽ കേക്ക്. ഇതിപ്പോൾ നമുക്ക് ഹാൻഡ് ബീറ്റർ കൊണ്ട് ചെയ്യാവുന്നുള്ളൂ. വീട്ടിലിപ്പോൾ എല്ലായിടത്തും മെഷീൻ അവൈലബിൾ ആയിരിക്കില്ല. അതുകൊണ്ട് വീട്ടിലാണെങ്കിൽ ലെഗ് ബീറ്റർ വെച്ചിട്ട് ആദ്യം ബട്ടറും ഷുഗറും കൂടി നന്നായിട്ട്. ഈ പൗഡേർഡ് ഷുഗർ തന്നെ വേണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. പൗഡർ ഷുഗർ വേണമെന്നില്ല. നമ്മൾ ഗ്രെയിൻ ഷുഗർ ആണ് യൂസ് ചെയ്യുന്നത്. ഗ്രെയിൻ ഷുഗർ ആണ് നല്ലത്. പൗഡർ ഷുഗറിൽ കുറച്ച് കോൺഫ്ലവർ കണ്ടന്റ് ഉണ്ട്. അപ്പോൾ അതിന്റെ ടെക്സ്ചറിൽ കുറച്ച് വ്യത്യാസം വരും. ഓ, അപ്പം എപ്പോഴും സാധാരണ ഷുഗർ തന്നെയാണ് നല്ലത് അല്ലേ? ഓക്കെ. അപ്പോൾ ആദ്യം ബട്ടർ ചേർക്കാം. ഇത് 250 ഗ്രാം ബട്ടറാണ്. 250 grams ബട്ടർ ഉണ്ട്. ഇതെല്ലാം നോർമലി ഈക്വൽ ക്വാണ്ടിറ്റീസ് ആണ് നമ്മൾ എടുക്കാറ്. അത് സാധാരണ സ്പഞ്ച് കേക്കിനും ഒക്കെ അങ്ങനെ തന്നെയാണല്ലോ അല്ലേ? പ്ലം കേക്കിനാകുമ്പോൾ കുറച്ച് എഗ്ഗ് കൂടുതൽ ചേർക്കും. നമ്മൾ ഒരു എഗ്ഗ് അഡീഷൻ ചേർക്കും. ഒരു ഓൾമോസ്റ്റ് 300 ഗ്രാം എഗ്ഗ് ചേർക്കും. പിന്നെ ഈ ഫ്രൂട്ട്സും ഇതും ഒക്കെ കൂടി ഒരു ബൈൻഡിങ് കിട്ടാൻ എഗ്ഗ് ചേർക്കുന്ന ശരിക്കും ഒരു ബൈൻഡിങ് ഇത് വേണ്ടിയാണ്. ഇപ്പോൾ 250 grams ബട്ടർ ഇട്ടു. 250 ഗ്രാം ഷുഗർ ഇടണം. എല്ലാം ഈക്വൽ ക്വാണ്ടിറ്റി ആണ്. ഇത് നമുക്ക് മെഷീനിൽ മിക്സ് ചെയ്യാം. വീട്ടിലാണെങ്കിൽ നമ്മൾ എഗ് ബീറ്റർ വെച്ചിട്ട് ബട്ടറും ഷുഗറും കൂടി നന്നായിട്ട് ഫ്ലഫി ആക്കി എടുക്കണം അല്ലേ? ഒന്ന് ക്രീം ആയിട്ടുണ്ട്. ഇതിന്റെ സൈഡിൽ നിന്ന് സ്ക്രാപ്പ് ചെയ്ത് കൊടുക്കാം. അത് ഇപ്പോൾ ആ ഷുഗർ ഒക്കെ മെൽറ്റ് ആയിട്ടുണ്ടാവോ? ഇല്ല, മെൽറ്റ് ആയിട്ടില്ല. ജസ്റ്റ് ക്രീം ആയിട്ടില്ല. അത് എഗ്ഗ് ആഡ് ചെയ്യുന്നതനുസരിച്ചാണ് മെൽറ്റ് ആവുക. നമ്മൾ 250 grams ബട്ടറും 250 grams ഷുഗറും ചേർത്തു. എന്നിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്തു. ഇനി അതിലേക്ക് നമ്മൾ എഗ്ഗ് ചേർക്കാൻ പോകുന്നത് അല്ലേ അടുത്തത്? ഇത് പ്ലം കേക്കിന്റെ മാത്രമല്ല, എല്ലാ കേക്കിന്റെയും അല്ലേ, എല്ലാ കേക്കിന്റെയും ഇത് തന്നെയാണ്. സെയിം ബട്ടറും ഷുഗറും ആദ്യം മിക്സ് ചെയ്യുന്നു, പിന്നെ അതിലേക്ക് എഗ്ഗ് ചേർക്കുന്നു, പിന്നെ അതിലേക്ക് ഫ്ലോർ ചേർക്കുന്നു അല്ലേ? ഇനി നമുക്ക് എഗ്ഗ് ചേർക്കാം. എഗ്ഗ് ചേർക്കുമ്പോൾ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഒരുമിച്ച് അങ്ങിടരുത്. ഇത് 1 by 1 ആയിട്ടാണ് എഗ്ഗ് ഇടുക. 1 by 1 ആദ്യം ഓരോരോ മുട്ടയായിട്ട് അതിലേക്ക് ചേർക്കാവൂ. എന്നിട്ട് അത് മിക്സായി വരണം. എഗ്ഗ് നമ്മൾ എല്ലാം ചേർത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് 6 മുട്ട ചേർക്കാം. ഇനി നമുക്ക് ഗീ ചേർക്കാം. എത്രയാണ്? ഗീ 100 ഗ്രാം. 100 grams. 100 gram ഗീ ചേർത്തു. ഇതിപ്പോൾ നമ്മൾ 2 kg ഉള്ള പ്ലം കേക്കിൻ്റെ ക്വാണ്ടിറ്റിയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇത്രയും വലിയ കേക്ക് വേണ്ട, വീട്ടിൽ കുറച്ച് ആൾക്കാരേ ഉള്ളൂ, ഒരു 1 kg കേക്ക് മതി എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ പറഞ്ഞ ക്വാണ്ടിറ്റിയുടെ ഹാഫ് എടുക്കുക. എന്നിട്ട് ഇത് സെയിം അല്ലേ? മുട്ടയൊക്കെ നമ്മൾ എഗ്ഗ് ഇപ്പോൾ 6 എടുത്തിട്ടുണ്ടെങ്കിൽ 3 eggs എടുക്കുക. മൈദ 250 grams എടുത്തിട്ടുണ്ടെങ്കിൽ 125 എടുക്കുക. അത്രയേ ഉള്ളൂ, വേറെ മാറ്റങ്ങളൊന്നുമില്ല. എല്ലാം ക്വാണ്ടിറ്റി ഹാഫ് ആക്കാം.
നമ്മൾ ഗീ ചേർത്തു, എല്ലാം നന്നായിട്ട് മിക്സ് ആയി. ഇനി അടുത്ത് ചേർക്കാനുള്ളത് എന്താണ്? ഇനി ബ്ലാക്ക് ജാക്ക് ചേർക്കണം. അത് കളറിനനുസരിച്ചാണ്. അപ്പോൾ ഒരു 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1.5 ടീസ്പൂൺ മതിയായിരിക്കും. അത് നമുക്ക് മിക്സ് ചെയ്ത്. ശരിക്കും നല്ല ഡാർക്ക് കളറാണ്. നല്ല ഡാർക്ക് കളറാണ്. 1.5 ടീസ്പൂൺ ബ്ലാക്ക് ജാക്കാണ് ചേർത്തിരിക്കുന്നത്. അത് വെറുതെ എടുത്ത് ടേസ്റ്റ് ചെയ്യാമെന്നൊന്നും വിചാരിക്കേണ്ട, കയ്പാണെന്ന് ഷെഫ് പറയുന്നത്. കാണാനൊക്കെ ഒരു ജാമിൻ്റെയോ അല്ലെങ്കിൽ നല്ല ക്രഷിൻ്റെ ഒക്കെ ലുക്ക് ഉണ്ടെങ്കിലും ഭയങ്കര ബിറ്റർ ടേസ്റ്റാണ്. അപ്പോൾ ബ്ലാക്ക് ജാക്ക് നമ്മൾ ചേർത്തു. ഇനി അടുത്തത് മിക്സ് ചെയ്യണം. ഓൾറെഡി മിക്സ് ആയി കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സും ഫ്ലോറും കൂടി ചേർക്കാനുണ്ട്. കൈകൊണ്ട് മിക്സ് ചെയ്യും. ഇതിൽ വേറൊരു ടിപ്സ് ഉണ്ട്. നമ്മൾ ഒരിക്കലും ഈ ഡ്രൈ ഫ്രൂട്ട്സും ഫ്ലോറും വേറെ വേറെ ചേർക്കരുത്. ഫ്രൂട്ട്സ് ഇത് ഹെവി ആണല്ലോ, നമ്മൾ കുക്ക് ചെയ്ത് വെച്ച് നല്ല ഹെവി ആയതുകൊണ്ട് നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഫ്രൂട്ട്സ് എല്ലാം അടിയിൽ പോകും. ചില കേക്ക് കട്ട് ചെയ്യുമ്പോൾ കാണാം ഫ്രൂട്ട്സ് ഒക്കെ ശരിക്കും അടിയിലായിരിക്കും, ഫ്ലോർ മറ്റേ ഇത് വരും. അപ്പോൾ അതിന് നമ്മൾ ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഫ്ലോറും കൂടി മിക്സ് ചെയ്യണം. ഇത് നമ്മൾ മിക്സ് ചെയ്യാണ്. ഇത് മൈദയില് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. മൈദ മാത്രമേ ഉള്ളൂ. ഇല്ല, ബേക്കിംഗ് പൗഡർ ഒന്നും ചേർക്കുന്നില്ല. നമ്മൾ ഇതിൽ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നില്ല. ബേക്കിംഗ് പൗഡർ ചേർക്കുമ്പോൾ ശരിക്കും ഒരു പഫാവുമെങ്കിലും അകത്ത് മോയ്സ്റ്റ് കണ്ടന്റ് എസ്കേപ്പ് ആയി പോകും. ശരിക്കും ബേക്കിംഗ് പൗഡറിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ അതാണ്. ബേക്ക് ഹീറ്റ് ആകുമ്പോൾ അതാണ് നമ്മൾ കേക്ക് പഫായിട്ട് പൊട്ടുന്ന സെന്റർ പൊട്ടി വരുന്നുള്ളൂ. പക്ഷെ അതിന്റെ അകത്തുള്ള വാട്ടർ കണ്ടന്റ് എസ്കേപ്പ് ആകുന്നതാണ് ആ കേക്കിന്റെ മേളുവശം ഇങ്ങനെ പൊട്ടി വരുന്നത്. അപ്പോൾ അത് പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നില്ല. ആ ഒരു സ്പോഞ്ചിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എഗ്ഗ് കൂടുതൽ ചേർക്കും. അപ്പോൾ നമ്മൾ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നില്ല, അതിന് പകരം നമ്മൾ ഒരു എഗ്ഗ് എക്സ്ട്രാ ചേർത്തിട്ടുണ്ട്. ആ ഒരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ബേക്കിംഗ് പൗഡർ ചേർത്ത് കഴിഞ്ഞാൽ ആ കേക്കിൻ്റെ മോൾ ഭാഗം ഇങ്ങനെ അല്ലേ ഒരിങ്ങനെ വിണ്ട് വരുന്നത് പോലെ നമ്മൾ ചില കേക്ക്സ് കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ വരും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നോ ബേക്കിംഗ് പൗഡർ. ഇപ്പോൾ കേക്കിൻ്റെ ബാറ്റർ റെഡിയായി 2 മോൾഡിലാക്കി 160 ഡിഗ്രിയിൽ 90 മിനിറ്റ്സ് ആണ് ഓവനിൽ വെക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എടുത്ത് നോക്കാം എങ്ങനെയുണ്ട്. ഡ്രൈ ഫ്രൂട്ട്സ് മൈദയിലിട്ടിട്ട് നന്നായി മിക്സ് ചെയ്തു. ഇപ്പോൾ ആ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ മൈദ കോട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. ശരിക്കും മിക്സ് ആയല്ലേ? മിക്സ് ആയി. ഇനി ഇത് നമുക്ക് മെഷീനിൽ മിക്സ് ചെയ്യുന്നില്ല, നമ്മൾ ഹാൻഡ് മിക്സ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീട്ടിലാണെങ്കിൽ നമ്മൾ എഗ് ബീറ്റർ കൊണ്ട് ചെയ്യുകയാണെങ്കിലും ഇത് കൈകൊണ്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതാണ് ആ ടെക്സ്ചർ നന്നായിട്ട് വരാൻ അതാണ് ഹെൽപ്ഫുൾ. ഫ്ലോർ മിക്സറിലേക്ക് ഇടാം. ചെറീസ് ചേർക്കില്ലേ ഷെഫ്? ചെറീസ് ചേർക്കാം. നമ്മൾ കുറച്ച് റിച്ച് ഫ്രൂട്ട്സ് എന്നുള്ള രീതിയിലാണ്. ഡ്രൈ ഫ്രൂട്ട്സ് മാത്രം മതി. ചേർക്കാം. ചെറി, ടൂട്ടി ഫ്രൂട്ടി അതൊക്കെ ചേർക്കാം. അതായത് ടോട്ടൽ ബാറ്ററിന്റെ അത്രയും തന്നെ ഫ്രൂട്ട്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് 250 ഗ്രാം ബട്ടർ, ഷുഗർ, ഫ്ലോർ ആൻഡ് എഗ് വരുമ്പോൾ അത് 1 കിലോ വരും. അപ്പോൾ 1 കിലോ ഫ്രൂട്ട്സും ആഡ് ചെയ്യും. ഓക്കെ. ഇപ്പോൾ നമ്മൾ കേക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് ഫ്ലോർ, ബട്ടർ, ഷുഗർ, എഗ്ഗ്. ഇത് 4ഉം കൂടി 1 kg എടുത്തിട്ടുണ്ട്. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സും 1 kg തന്നെ എടുത്തു. കേക്കിൻ്റെ ബാറ്റർ റെഡിയായി അല്ലേ? ഇനി 2 മോൾഡിലേക്ക് ഒഴിക്കുക, ഓവനിലേക്ക് വെക്കുക. എത്ര സമയം? അതായത് 160 ഡിഗ്രി സെൽഷ്യസിലാണ് ഓവൻ ഹീറ്റ് ചെയ്തിട്ട് അതിൽ വെക്കണം. അതൊരു 90 മിനിറ്റ്സ് വേണ്ടി വരും. 90 മിനിറ്റ്സ് ഓക്കെ. അപ്പോൾ കുറച്ചധികം സമയം വേണം. ഓക്കെ. ഇത് 2 കേക്കിനുള്ളതുകൊണ്ട് നമ്മൾ അടിച്ചത്. അപ്പോൾ 2 കേക്കിൻ്റെ മോൾഡിലേക്ക് നെയ്യിൻ്റെ ഫ്ലേവർ എനിക്ക് നന്നായിട്ട് വരുന്നുണ്ട്, നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട്. അപ്പോൾ നെയ്യ് ഒരിക്കലും ഒഴിച്ചു കൂടാൻ പാടില്ലാത്തൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇപ്പോൾ കേക്കിൻ്റെ ബാറ്റർ റെഡിയായി 2 മോൾഡിലാക്കി 160 ഡിഗ്രിയിൽ 90 മിനിറ്റ്സ് ആണ് ഓവനിൽ വെക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എടുത്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്.
നമ്മുടെ കേക്ക് റെഡിയായി അല്ലേ? പക്ഷെ ബേക്കിംഗ് പൗഡർ ഒന്നും ചേർത്തില്ലെങ്കിൽ നല്ല ഫ്ലഫി ആയിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേക്ക്. അപ്പം നമ്മുടെ ഹോളിഡേയിലെ പേസ്ട്രി ഷെഫ് മിസ്റ്റർ റെജി ആയിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. ഇത്രയും നേരം പ്ലം കേക്ക് എല്ലാവരും കണ്ടല്ലോ അല്ലേ? കുറച്ച് കഷ്ടമുള്ള ജോലിയാണ്, അത്ര ഈസി അല്ല അല്ലേ? സാധാരണ ഒരു കേക്ക്സ്, ഒരു സ്പഞ്ച് കേക്കോ അല്ലെങ്കിൽ ഒരു സ്ട്രോബെറി കേക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ അത്രയും ഈസി അല്ല. പക്ഷെ എന്നാലും ഇത്രയും നേരം ക്ഷമയോടെ നിന്ന് നമുക്കെല്ലാം നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്. നിങ്ങൾ കണ്ടല്ലോ അല്ലേ, ഇത്രയും കഷ്ടപ്പാടൊക്കെ കഴിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. കേക്ക് ഉണ്ടാക്കുന്നത് കണ്ടിട്ട് തന്നെ ഞാൻ ക്ഷീണിച്ചു. അതുകൊണ്ട് ഇന്നും ഞാൻ കേക്ക് മേക്കിങ്ങിലേക്കില്ല, മറ്റൊരു ദിവസമാകട്ടെ. വീണ്ടും പുതിയ കേക്കുകളുമായി നമ്മുടെ കേക്ക് മേളയിൽ അടുത്ത ദിവസം കാണാം.